സാലിഹായ സന്താനമാക്കി തരണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യ ഗർഭിണിയാണെന്ന് അറിയുമ്പോ ഫേസ്ബുക്കിലല്ല ഇടേണ്ടത്, നീ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, ഈ വയറ്റിൽ കിടക്കണ കുഞ്ഞാണാകട്ടെ പെണ്ണാകട്ടെ ഇതിനെ സാലിഹായ സന്താനമാക്കി തരണേ എന്ന് ദുആ ചെയ്യൽ ഒരു വാപ്പയുടെയും ഉമ്മയുടെയും കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ നിർത്തുകയാണ്. അങ്ങനെ ഭാര്യ ഗർഭിണിയായാൽ പിന്നെ താഴെയും വെക്കൂല തലയിലും വെക്കൂല, ഇങ്ങനെ കൊണ്ട് നടക്കും അല്ലെ. ആദ്യത്തെയൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട. ഭാര്യയോട് പറയും, കഴിക്കാനും കുളിക്കാനും ബാത്റൂമിൽ പോകാനും നിസ്കരിക്കാനും മാത്രം എഴുന്നേറ്റാൽ മതി. നിസ്കരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ തന്നെ കടന്നു, ഒന്നും ചെയ്യണ്ട. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ നിർത്തുന്നു. അഞ്ചാമത്തെ കാര്യം ഇത് പറഞ്ഞു നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പണ്ടുള്ളവര് പറയും, ഗർഭിണികൾ നല്ലത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് സത്യമാണ്. ഗർഭിണിയായിരിക്കുന്ന ഒരു പെണ്ണ് നല്ല കാര്യം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, മോശമായ കാര്യം അങ്ങനല്ല. ഇന്ന് ഗർഭിണിയായി കഴിഞ്ഞ 3 മാസം 4 മാസം റെസ്റ്റാ, പിന്നെ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് TV വെച്ചു കൊടുക്കും. 24 മണിക്കൂർ ഇങ്ങനെ ഇരിക്കും പെണ്ണുപിള്ള. നിന്റെ മക്കൾ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയം ഏറ്റവും കൂടുതൽ അവള് ഫോണിലും മൊബൈലിലും അല്ലെങ്കിൽ TVയുമാണ്. ഏറ്റവും കൂടുതൽ മൊബൈലിലാണ് കളിക്കുന്നതെങ്കിൽ നിന്റെ കുഞ്ഞ്, ചെറിയൊരു കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞ് നീ തോളിയെടുക്കുമ്പോൾ നിന്റെ പോക്കറ്റിൽ നിന്ന് നിന്റെ കുഞ്ഞ് ഫോൺ എടുത്തിരിക്കും. നിന്റെ പെണ്ണുമുള്ള ഏറ്റവും കൂടുതൽ വാട്സപ്പും ഫേസ്ബുക്കും ആണെങ്കിൽ നിന്റെ മക്കൾ അതുപോലെ തന്നെയാണ്. പേടിക്കണം. എന്റെ കുഞ്ഞിന്റെ കൊച്ചു TV പ്രേമം, കൊച്ചു TV അവന് പറ്റതെന്നാണ് വിചാരിക്കണം ചില മക്കൾ. 24 മണിക്കൂർ കൊച്ചു TV. കാരണം ഉമ്മ 24 മണിക്കൂർ ഗർഭിണിയായപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്നവളാണ്. ഒരു ഉമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? 75% ആ കുഞ്ഞിനുണ്ടാകുമെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഭാര്യയും ഭർത്താവും സംസാരിക്കുന്ന പോലെ സൂചിക്കുന്ന. കാരണം അകത്ത് കടന്നിട്ട് ഇവയെല്ലാം കേട്ടുകൊണ്ട് കിടക്കാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, വയറ്റിന്റെ അകത്ത് കിടക്കട കുഞ്ഞ് കേൾക്കുവോ? കേൾക്കും മനുഷ്യ, കേൾക്കില്ല എന്നാരാ പറഞ്ഞു? ഞാൻ ചോദിക്കും, ഒരു ഉദാഹരണം ചോദിക്കട്ടെ. ബുദ്ധി ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ, കരയുന്ന ഒരു കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ആട്ടിയ കുഞ്ഞിന്റെ കരച്ചിൽ മാറൂലേ? പറ, വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പറ, മാറൂലേ? ഏത് കരയുന്ന കുഞ്ഞിനെയും എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആട്ടിയാൽ, ഇവിടെ എന്ത് പറയുന്ന അറിയില്ല, കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെ ആക്കുമല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ നമ്മൾ ആക്കുമ്പോ ഏത് കുഞ്ഞിന്റെയും കരച്ചിൽ നിൽക്കും, ഉറങ്ങും. ഇതാര് പഠിപ്പിച്ചു കൊടുത്തു? നീ പഠിപ്പിച്ചു കൊടുത്താ? ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്താ? മാതാപിതാക്കളോട് മലക്ക് വന്നിട്ട് പഠിപ്പിച്ചു കൊടുത്ത നിന്റെ കുഞ്ഞിന്? ഇതെവിടെ നിന്ന് പഠിച്ച ഇൽമ?